ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് റെഫർ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ വരുന്ന എക്സാമുകളിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആരും മിസ് ചെയ്യരുത് കേട്ടോ, ഫുള്ള് കാണണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, എക്സ്ട്രീം ഓൾഡ് ഏജ് വെൻ എ മാൻ ബിഹേവ്സ് ലൈക്ക് എ ഫൂൾ. അതിന് നമ്മൾ പറയുന്നത് ഡോട്ടേജ് എന്നാണ് കേട്ടോ. എക്സ്ട്രീം ഓൾഡ് ഏജ് വെൻ എ മാൻ ബിഹേവ്സ് ലൈക്ക് എ ഫൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ദുർബലമായിട്ടുള്ള വയസ്സുകാലം കേട്ടോ. അതിന് നമ്മൾ പറയുന്നത് ഡോട്ട് ഏജ് എന്നാണ്. ആ ഡോട്ട് ഏജ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമല്ലോ, ഏജ് എന്നുള്ള വാക്കുണ്ട് അല്ലേ. അപ്പോൾ വയസ്സായിട്ടുള്ള എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ഏജിലൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ ക്ഷീണിച്ച് ഡോട്ട് പോലെയൊക്കെ ആവുന്ന ആലോചിക്കാം കേട്ടോ. അപ്പോൾ ഡോട്ട് ഏജ് ആണ്. കിട്ടിയോ? അപ്പോൾ എക്സ്ട്രീം ഓൾഡ് ഏജ് വെൻ എ മാൻ ബിഹേവ്സ് ലൈക്ക് എ ഫൂൾ, ഇറ്റ് ഇസ് നോൺ ആസ് ഡോട്ട് ഏജ്. നെക്സ്റ്റ് ഇസ് ദാറ്റ് വിച്ച് കനോട്ട് ബി കറക്റ്റഡ്. കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നിനെ നമ്മൾ പറയുന്നത് ഇൻകൊറിജിബിൾ എന്നാണ്. എന്താണ് ഇൻകൊറിജിബിൾ? അതായത് തിരുത്താൻ കഴിയാത്ത, നന്നാക്കാൻ പറ്റാത്ത എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെ പറയുന്നതാണ് ഇൻകൊറിജിബിൾ, കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത. കൊറിജിബിൾ അതിനകത്തുണ്ടല്ലോ കറക്റ്റ് അല്ലേ, CORR ഉണ്ട് അല്ലേ. അപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഹൂ ഇൻസിസ്റ്റ് ഓൺ സംതിങ്, അതിനെ പറയുന്നത് സ്റ്റിക്ലറാണ്. സ്റ്റിക്ലർ. എ പേഴ്സൺ ഹൂ ഇൻസിസ്റ്റ് ഓൺ സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്ന ഒരാളെ, അയാളെ നമ്മൾ പറയുന്നത് സ്റ്റിക്ലർ എന്നാണ്. അപ്പോൾ അങ്ങനെ നിർബന്ധം പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുമെന്ന് പറയില്ലേ, സ്റ്റിക്ക് ചെയ്യുക, ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. നിർബന്ധം പിടിച്ച് നിൽക്കുകയാണ്, ഒട്ടിപ്പിടിച്ച് നിൽക്കുക എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെ പറയുന്നത് സ്റ്റിക്ലർ എന്നാണ്. കിട്ടിയല്ലോ? അടുത്ത് നോക്കാം. സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഫ്യൂ ഗവേൺ ദി മെനി, അതിനെ പറയുന്നത് ഒളിഗാർക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ഇൻ വിച്ച് വെറുതെ ഫ്യൂ അല്ല, ദ ഫ്യൂ ആണ് കേട്ടോ. അപ്പോൾ കുറച്ചുണ്ട് കേട്ടോ. സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഫ്യൂ ഗവേൺ ദി മെനി, അതിനെ പറയുന്നത് ഒളിഗാർക്കി എന്നാണ്. അതായത് ചുരുക്കം പേർ ചേർന്നിട്ടുള്ള ഒരു ഭരണം, അതിനെയാണ് പറയുന്നത് ഒളിഗാർക്കി കേട്ടോ. അപ്പോൾ ചുരുക്കം എന്നൊക്കെ പറയുമ്പോൾ, ദ ഫ്യൂ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒള്ളിയായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. ഒള്ളി, ദ ഫ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഒള്ളി, അങ്ങനെ ഒളിഗാർക്കി ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഫ്യൂ ഗവേൺ ദി മെനി, ഒളിഗാർക്കി. അടുത്ത് നോക്കാം. എ സ്റ്റൈൽ ഇൻ വിച്ച് എ റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളേജ്, അതിനെ പറയുന്നത് പെഡാൻറ്റിക് എന്നാണ് കേട്ടോ. എന്താണ് പെഡാൻറ്റിക്? പെഡാൻറ്റിക് എന്ന് പറഞ്ഞാൽ എ സ്റ്റൈൽ ഇൻ വിച്ച് എ റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളേജ്. ഈ പെഡാൻറ്റിക് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എറുഡൈറ്റ് എന്ന് പറഞ്ഞിട്ട്. എന്തായിരുന്നു എറുഡൈറ്റ്? ഇങ്ങനെ എറിഞ്ഞു നോക്കുക അല്ലേ. അപ്പോൾ ഒരു സ്കോളർ എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് ഭാഷാ പണ്ഡിതൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അതാണ് പെഡാൻറ്റിക് പേഴ്സൺ. അപ്പോൾ പെഡാൻറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ ഇൻ വിച്ച് റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളേജ്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പം ചില പാരൻസ് ഒക്കെ പറയാറുണ്ട് അല്ലേ, നല്ല രീതിയിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ആൻസർ ഷീറ്റിൽ എഴുതിയില്ലെങ്കിൽ നല്ല പെട കിട്ടും എന്നുള്ള രീതിയിലൊക്കെ പറയും അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തൂടെ? എന്താ, സ്റ്റൈൽ ഇൻ വിച്ച് റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളേജ്. ആ നോളേജ് നല്ല രീതിയിൽ പ്രകടിപ്പിച്ചില്ലെങ്കിൽ, ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ പെട കിട്ടും എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. സോ ദാറ്റ് ഇസ് പെഡാൻറ്റിക്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് വേഗം നോക്കാം. എക്സ്ട്രീം ഓൾഡ് ഏജ് വെൻ എ മാൻ ബിഹേവ്സ് ലൈക്ക് എ ഫൂൾ, എന്താ പറയുക, ഓൾഡ് ഏജ് ആണ്. അപ്പോൾ നമ്മുടെ ഏജ് വെച്ചിട്ട് തന്നെ ഡോട്ട് ഏജ് അല്ലേ. ഇനി ദാറ്റ് വിച്ച് കനോട്ട് ബി കറക്റ്റഡ്, കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അതിനെന്താ പറയുക, ഇൻകൊറിജിബിൾ എന്ന് പറയും. എ പേഴ്സൺ ഹൂ ഇൻസിസ്റ്റ് ഓൺ സംതിങ്, അതിനെന്താ പറയുക, സ്റ്റിക്ലർ എന്ന് പറയും. സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ഒരാളല്ലേ, സ്റ്റിക്ലർ എന്ന് പറയും. സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഫ്യൂ ഗവേൺ ദി മെനി, ദ ഫ്യൂ ആണ്. അപ്പോൾ കുറച്ചാണ്, ഒള്ളി എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഒളിഗാർക്കിയാണ്. എ സ്റ്റൈൽ ഇൻ വിച്ച് എ റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളേജ്, അതിനെ പറയുന്നത് പെഡാൻറ്റിക്. അടുത്തത് നോക്കാം. എ പേഴ്സൺ പ്രിറ്റൻഡിങ് ടു ബി സംബഡി ഹീ ഈസ് നോട്ട്, അതിനെ പറയുന്നത് ഇമ്പോസ്റ്റർ ആണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമാറാട്ടക്കാരൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ മീനിങ് ആണ് കേട്ടോ ഇമ്പോസ്റ്റർ. എങ്ങനെ ഓർക്കുക? ഇപ്പോൾ നമ്മളിപ്പം ബസ് സ്റ്റോപ്പിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളെ പറ്റിക്കുന്നതായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആൾമാറാട്ടക്കാരനായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ, ഫേക്ക് ആയിട്ടുള്ള. ഓക്കെ, എ പേഴ്സൺ പ്രിറ്റൻഡിങ് ടു ബി സംബഡി ഹീ ഈസ് നോട്ട് ആണ് ഇമ്പോസ്റ്റർ. എന്താണ് ഇമ്പോസ്റ്റർ? അടുത്ത് നോക്കാം. എ പേഴ്സൺ ഹൂ നോസ് മെനി ഫോറിൻ ലാംഗ്വേജസ് ആൻഡ് ഇറ്റ്സ് സ്ട്രക്ചർ, അതിനെ നമ്മൾ പറയുന്നത് ലിംഗ്വിസ്റ്റ് എന്നാണ് പറയുക. എന്താ പറയുക? ലിംഗ്വിസ്റ്റ് ആണ്. ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാഷാശാസ്ത്രകാരൻ അല്ലെങ്കിൽ ഭാഷാ പണ്ഡിതൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് ആ ഒരു ലാംഗ്വേജിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളെയാണ് നമ്മൾ പറയുന്നത് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രാമർ, അതുപോലെ തന്നെ വൊക്കാബുലറി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളെയാണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സപ്പോസ് ഇതേപോലെ ഒരു ക്വസ്റ്റിനകത്ത് ഓപ്ഷനകത്ത് പോളിഗ്ലോട്ട് കണ്ടു എന്ന് വിചാരിച്ചോ. അപ്പോൾ പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭാഷ അറിയാവുന്ന ഒരാളെയാണ് നമ്മൾ പോളിഗ്ലോട്ട് എന്ന് പറയുക. പോളി എന്ന് പറഞ്ഞാൽ പോളിമേഴ്സ് അല്ലേ. പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നുള്ള മീനിങ്ങാണ്. അപ്പോൾ പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഷ സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ പോളിഗ്ലോട്ട് എന്ന് പറയുക.
അയാൾ ലിംഗ്വിസ്റ്റ് ആവണമെന്നില്ല, പക്ഷേ ഹി ക്യാൻ സ്പീക്ക് സെവറൽ ലാംഗ്വേജസ്. അങ്ങനെ ഒരാളെയാണ് നമ്മൾ പോളിഗ്ലോട്ട് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇത് രണ്ടും ഓപ്ഷനിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത് നോക്കാം, വൺ ഹൂ ഹാസ് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ സിൻസിയറിറ്റി ആൻഡ് ഗുഡ്നെസ്. അതിന് നമ്മൾ പറയുന്നത് സിനിക് എന്നാണ് പറയുക. അപ്പോൾ സിനിക് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മനുഷ്യ വിദ്വേഷി എന്നൊക്കെ നമ്മൾ പറയില്ലേ, എല്ലാത്തിലും ഇങ്ങനെ ദോഷം മാത്രം കാണുന്ന ഒരാൾ കേട്ടോ, അല്ലെങ്കിൽ ലോകനിന്ദകൻ, മനുഷ്യ വിദ്വേഷി എന്നൊക്കെ ഒരു മീനിങ് ആണ് സിനിക്. അപ്പോൾ ഇതേപോലെയുള്ള ഒരാൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സീനാവും എന്നൊക്കെ ആലോചിക്കുക കേട്ടോ, കാരണം എല്ലാത്തിലും ഇങ്ങനെ ദോഷം മാത്രമല്ല കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാലോ. അപ്പോൾ വൺ ഹൂ ഹാസ് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ സിൻസിയറിറ്റി ആൻഡ് ഗുഡ്നെസ്സിന് എന്താ പറയുക? സിനിക് എന്നാണ് പറയുക കേട്ടോ. എന്താ പറയുക? സിനിക്. അടുത്ത് നോക്കാം, വേർഡ്സ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ടോംബ്. അതിന് നമ്മൾ പറയുന്നത് എപ്പിടഫ് എന്നാണ്. അതായത് എപ്പിടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശവകുടീരത്തിന് അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു എഴുത്തുണ്ടല്ലോ, അതിനെയാണ് പറയുന്നത് എപ്പിടഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളായിരിക്കില്ലേ ഇതേപോലെ ശവകുടീരത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ടുള്ള ഒരു എഴുത്തൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ അത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണെന്ന് ആലോചിക്കുക കേട്ടോ. എപ്പിടഫ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. അടുത്തത് ദ കസ്റ്റം ഓർ പ്രാക്ടീസ് ഓഫ് ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് സെയിം ടൈം. അതിനെ പറയുന്നത് പോളി ആൻഡ്രി എന്നാണ് കേട്ടോ. അതായത് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതലുള്ള ഹസ്ബൻഡ് ഉള്ള ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ പറയുന്നത് പോളി ആൻഡ്രി. നമ്മൾ നേരത്തെ പറഞ്ഞു പോളി എന്ന് പറഞ്ഞാൽ മെനിയാണ് അല്ലേ. അപ്പം ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ആണല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ആണ് വെച്ചിട്ടുള്ള AN വെച്ചിട്ട് തന്നെ ആലോചിക്കുക കേട്ടോ. പോളി ആൻഡ്രി ആണ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ച ഒന്നും കൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. എ പേഴ്സൺ പ്രിറ്റൻഡിങ് ടു ബി സംബഡി ഹീ ഈസ് നോട്ട്. അതായത് ഫേക്ക് ആയിട്ടുള്ള ആൾ നമ്മൾ എന്താ പറയുക? ഇമ്പോസ്റ്റർ എന്ന് പറയും അല്ലേ. പിന്നെ എ പേഴ്സൺ ഹൂ നോസ് മെനി ഫോറിൻ ലാംഗ്വേജസ് ആൻഡ് ഇറ്റ് സ്ട്രക്ചർ, അതിൻ്റെ സ്ട്രക്ചർ അറിയാം, ആ ഭാഷേനെ കുറിച്ചുള്ള സ്ട്രക്ചർ അറിയാവുന്ന ഒരാളെ പറയുന്നത് ലിംഗ്വിസ്റ്റ് ആണ്. അതേസമയം പോളി ഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 4 കൂടുതൽ ഭാഷ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ പോളി ഗ്ലോട്ട് എന്ന് പറയുക കേട്ടോ. നെക്സ്റ്റ് ഈസ് വൺ ഹൂ ഹാസ് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ സിൻസിയറിറ്റി ആൻഡ് ഗുഡ്നെസ്. അതിനെ പറയുന്നത് സീനിക് എന്നാണ്. എന്താണ്? സീനിക്കാണ്. അതായത് ദോഷം മാത്രം കാണുന്ന ഒരാൾ, അല്ലെങ്കിൽ മനുഷ്യവിദ്വേഷി എന്നൊക്കെ പറയും. വേർഡ്സ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ടോം എന്ന് പറയുന്നത് എപ്പിടഫാണ്, ശവകുടീരത്തിൽ എഴുത്ത് അല്ലേ, ടഫായിട്ടുള്ള കാര്യം. ദ കസ്റ്റം ഓർ പ്രാക്ടീസ് ഓഫ് ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് സെയിം ടൈം. അതിനെ പറയുന്നത് പോളി ആൻഡ്രി ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ. അടുത്ത് നോക്കാം, ടെൻഡിങ് ടു മൂവ് എവേ ഫ്രം ദി സെൻറ്റർ ഓർ ആക്സിസ്. അതിന് നമ്മൾ പറയുന്നത് സെൻട്രിഫ്യൂഗൽ എന്ന് പറയും അല്ലേ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തേക്കുള്ള ഫോഴ്സാണ്, എക്സ്റ്റേണലി ഔട്ട്വേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. നമ്മുടെ വാഷിംഗ് മെഷീനിലും അതേപോലെ തന്നെ തൈര് കടയുമ്പോൾ ഒക്കെ പ്രയോജനപ്പെടുത്തുന്ന ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലേ. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. അടുത്ത് നോക്കാം, വൺ ഹൂസ് നോട്ട് ഈസിലി പ്ലീസ്ഡ് ബൈ എനിത്തിങ്. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പറയുന്നത് ഫാസ്റ്റിഡിയസ് ആണ്. അപ്പോൾ ഫാസ്റ്റിഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എത്രയൊക്കെ ആയിക്കഴിഞ്ഞാലും തൃപ്തി വരാത്ത ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് നമ്മൾ പറയുന്നത് ഫാസ്റ്റിഡിയസ്. അപ്പോൾ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എത്ര ഫാസ്റ്റിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ തൃപ്തി വരില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. വൺ ഹൂസ് നോട്ട് ഈസിലി പ്ലീസ്ഡ് ബൈ എനിത്തിങ്, അതാണ് ഫാസ്റ്റിഡിയസ്. എത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും തൃപ്തി വരാത്ത, എത്രയൊക്കെ ഫാസ്റ്റിൽ ഓടിച്ചു കഴിഞ്ഞാലും തൃപ്തി വരില്ല എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ. അടുത്ത് നോക്കാം, വൺ ഹൂസ് ഫോണ്ട് ഓഫ് ഫൈറ്റിംഗ്. അതിനെ പറയുന്നത് ബെല്ലിക്കോസ് എന്നാണ്. അതായത് കലഹപ്രിയൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് പറയുന്നത് ബെല്ലിക്കോസ് കേട്ടോ. അതായത് തല്ലുപിടിക്കാൻ അല്ലെങ്കിൽ ഇടിപിടിക്കാനൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളെയാണ് പറയുന്നത് ബെല്ലിക്കോസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ എപ്പോഴും ഇഷ്ടം ഇങ്ങനെ വയറിലിടിക്കാനാണെന്ന് വിചാരിക്കുക കേട്ടോ. ബെല്ലിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ബെല്ലിയിലിടിക്കാൻ ഒരു കോസ് ഉണ്ടെന്ന് ആലോചിക്കും. അപ്പോൾ ബെല്ലി കോസ് എന്നുള്ളത് കിട്ടും കേട്ടോ. വൺ ഹൂസ് ഫോണ്ട് ഓഫ് ഫൈറ്റിംഗ് എന്താണ്? ബെല്ലിക്കോസ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ദാറ്റ് വിച്ച് കനോട്ട് ബി റെഡ്. അതായത് വായിക്കാൻ പറ്റാത്ത ഒന്നിനെയാണ് നമ്മൾ പറയുന്നത് ഇല്ലെജിബിൾ എന്ന് പറയുന്നത്. എന്താണ്? ഇല്ലെജിബിൾ. ലെജിബിൾ അല്ലാത്ത, വായിക്കാൻ പറ്റാത്ത ഒന്നിനെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇൻ എ സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ ഓർ ആങ്സൈറ്റി ഓർ സസ്പെൻസ്. ഭയങ്കര ടെൻഷനുള്ള ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ പറയുന്നത് ഓൺ ടെൻഡർ ഹുക്സ്. നമ്മുടെ തന്നെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ടെൻഡർ ഹുക്സ്. TER ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഹുക്കിനകത്തൊക്കെ നമ്മളിങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ വരും എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇൻ എ സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ ഓർ ആങ്സൈറ്റി ഓർ സസ്പെൻസ് ആണ്. ഓക്കെ. അടുത്തത്, ടു സ്ലാബ് വിത്ത് എ ഫ്ലാറ്റ് ഒബ്ജക്റ്റ്. അതിനെ പറയുന്നത് സ്വാറ്റ് എന്നാണ്. എന്താണ്? സ്വാറ്റ്. സ്വാറ്റ് എന്ന് പറഞ്ഞാൽ ആഞ്ഞ് വീശി അടിക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് പറയുന്നത് സ്വാറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റാറ്റിനെയോ അല്ലെങ്കിൽ ക്യാറ്റിനെയോ എന്താണെങ്കിലും ഇതിനെയൊക്കെ നമ്മളിങ്ങനെ ആഞ്ഞ് അടിക്കും എന്നുള്ള രീതിയിൽ, ആഞ്ഞ് വീശി അടിക്കും എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ടു സ്ലാബ് വിത്ത് ഫ്ലാറ്റ് ഒബ്ജക്റ്റ് ആണ് സ്വാറ്റ് കേട്ടോ. സ്വാറ്റ്. അപ്പോൾ ക്യാറ്റ് റാറ്റൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം.
അടുത്തത് ടു ബി എ പേഴ്സൺ ഹൂസ് പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ തിങ് ഓർ ക്വാളിറ്റി. അതിനെ പറയുന്നതാണ് പേഴ്സോണിഫൈ. ഇമ്പോർട്ടൻ്റ് ആണ്. ടു ബി എ പേഴ്സൺ ഹൂസ് പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ തിങ് ഓർ ക്വാളിറ്റി എന്നെന്താ പറയുക? പേഴ്സോണിഫൈ എന്ന് പറയും. നമ്മൾ ഉത്തമ ഉദാഹരണം എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ കേട്ടോ. അല്ലെങ്കിൽ ചില ജീവനില്ലാത്ത സാധനങ്ങൾക്കൊക്കെ നമ്മൾ ജീവനുള്ളതായിട്ടൊക്കെ കൽപ്പിക്കില്ലേ, അതിനെ നമ്മൾ പേഴ്സോണിഫൈ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കണേ. ടു ബി എ പേഴ്സൺ ഹൂസ് പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ തിങ് ഓർ ക്വാളിറ്റീനെ നമ്മൾ എന്താ പറയുക? പേഴ്സോണിഫൈ. നെക്സ്റ്റ് ഇസ് എ നെയിം അഡോപ്റ്റഡ് ബൈ ആൻ ഓതർ ഇൻ ഹിസ് റൈറ്റിംഗ്സ്. അതിനെ പറയുന്നത് സ്യൂഡോണിമാണ്. തൂലികാനാമം എന്നൊക്കെ നമ്മൾ പറയും. സ്യൂഡോണിമാണ് കേട്ടോ. എ നെയിം അഡോപ്റ്റഡ് ബൈ ആൻ ഓതർ ഇൻ ഹിസ് റൈറ്റിംഗ്സ് ആണ് സ്യൂഡോണിം. അടുത്ത് നോക്കാം. എ പ്ലേസ് ദാറ്റ് പ്രൊവൈഡ്സ് റെഫ്യൂജ്. അതിനെ പറയുന്നത് അസൈലം എന്നാണ്. അസൈലം എന്ന് പറഞ്ഞാൽ അഭയം നൽകുന്ന സ്ഥലം എന്നൊക്കെയാണ് അസൈലത്തിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ അഭയം, അസൈലം എന്നൊക്കെ ഏതാണ്ട് ഒരേപോലെയല്ലേ? അസൈലം, അഭയം ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി പറയാൻ പോകുന്ന 4 എണ്ണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാവരും പഠിക്കണേ. ആദ്യത്തെ, പാർട്സ് ഓഫ് എ കൺട്രി ബിഹൈൻഡ് ദി കോസ്റ്റ് ഓർ എ റിവേഴ്സ് ബാങ്ക്. അതിനെയാണ് പറയുന്നത് ഹിൻഡർലാൻഡ്. എന്താണ് ഹിൻഡർലാൻഡ്? ഒരു ഉൾനാട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ തീരപ്രദേശങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തല പ്രദേശം എന്നൊക്കെ പറയും. ആ ഒരു ഒന്നിനെയാണ് നമ്മൾ പറയുന്നത് ഹിൻഡർലാൻഡ് കേട്ടോ. അപ്പോൾ ഉൾനാട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഉള്ളിലേക്കല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ, ഹിൻഡർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ഹിൻഡർലാൻഡ് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ പാർട്സ് ഓഫ് എ കൺട്രി ബിഹൈൻഡ് ദി കോസ്റ്റ് ഓർ റിവേഴ്സ് ബാങ്ക്സിന് നമ്മൾ എന്താ പറയുക? ഹിൻഡർലാൻഡ് കേട്ടോ. HINT ആണ്. അടുത്ത് നോക്കാം, ഇസ്തുമസ് ആണ്. ഇസ്തുമസ് എന്ന് പറഞ്ഞാൽ എ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് വിത്ത് സീ ഓൺ ഐദർ സൈഡ് ഫോമിങ് എ ലിങ്ക് ബിറ്റ്വീൻ 2 ലാർജർ ഏരിയാസ് ഓഫ് ലാൻഡ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, അതായത് 2 ഭൂഭാഗങ്ങളെ യോജിപ്പിക്കുന്ന ഒരു കരയിടുക്ക് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതിനെയാണ്, കരയിടുക്കിനെയാണ് നമ്മൾ പറയുന്നത് ഇസ്തുമസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്തുമസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസ് എന്ന് ആലോചിക്കാം. ഓക്കെ, ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസിനൊക്കെ നമ്മൾ ഒരു ലാൻഡിൽ നിന്ന് വേറെ ലാൻഡിലേക്കൊക്കെ പോകില്ലേ, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോകില്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. എ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് വിച്ച് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ 2 ലാർജർ ഏരിയാസ് ഓഫ് ലാൻഡ് കേട്ടോ. 2 ലാർജർ ഏരിയാസ് ഓഫ് ലാൻഡിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കാം, ആർക്കിപെലാഗോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കിപെലാഗോ എന്ന് പറഞ്ഞാൽ ആൻ എക്സ്റ്റെൻസീവ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. അതായത് ഐലൻഡ്സിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പറയുന്നത് ആർക്കിപെലാഗോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ആർക്കിപെലാഗോ എന്ന് പറയുമ്പോൾ ഒരു ഐലൻഡിൽ നിന്ന് വേറൊരു ഐലൻഡിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പലകയൊക്കെ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ പോകണമെന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആർക്കിപെലാഗോ എന്ന് പറഞ്ഞാൽ പലകയായിട്ടൊന്നും ആലോചിക്കുക കേട്ടോ. എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. ആൻ എക്സ്റ്റെൻസീവ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ് ആർക്കിപെലാഗോ. അപ്പോൾ ഞാനിവിടെ പറയുന്ന ഹിൻഡർലാൻഡ് ആണെങ്കിലും ഇസ്തുമസ് ആണെങ്കിലും ആർക്കിപെലാഗോ, ഇതൊക്കെ നമുക്ക് ഓപ്ഷനിൽ ഒരേ ക്വസ്റ്റ്യനിൽ ഓപ്ഷനായിട്ട് വരാൻ ചാൻസ് ഉള്ള ഓരോന്നാണ്. അപ്പോൾ എന്തായാലും പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത സ്വാംസ് ആണ്. സ്വാംസ് എന്ന് പറഞ്ഞാൽ ആൻ ഏരിയ ഓഫ് ലോ ലൈയിങ് അൺകൾട്ടിവേറ്റഡ് ഗ്രൗണ്ട് വേർ വാട്ടർ കളക്ട്സ്. അതായത് ഈ ചതുപ്പ് നിലയം എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് സ്വാംസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ആലോചിക്കുക, ഇതേപോലെയുള്ള ചതുപ്പ് നിലയത്തിലൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ചതുപ്പ് നിലയത്തിൻ്റെ അവിടെയൊക്കെ പാമ്പുണ്ടെന്ന് ആലോചിക്കുക കേട്ടോ. സ്വാമ്പ്, പാമ്പ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. സ്വാമ്പ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലയമാണ്. ആൻ ഏരിയ ഓഫ് ലോ ലൈയിങ് അൺകൾട്ടിവേറ്റഡ് ഗ്രൗണ്ട് വേർ വാട്ടർ കളക്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വേഗം റിവൈസ് ചെയ്യാം. ടെൻഡിങ് ടു മൂവ് എവേ ഫ്രം ദി സെൻറ്റർ ഓർ ആക്സിസ്. അതിനെന്താ പറയുക? സെൻട്രിഫ്യൂഗൽ എന്ന് പറയും അല്ലേ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഔട്ട്വേർഡ് ഫോഴ്സ് ആണ്. നെക്സ്റ്റ് ഇസ് വൺ ഹൂസ് നോട്ട് ഈസിലി പ്ലീസ്ഡ് ബൈ എനിത്തിങ്. അതിനെന്താ പറയുക? ഫാസ്റ്റീഡിയസ് എന്ന് പറയും. അതായത് എത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും തൃപ്തി വരാത്ത. അപ്പോൾ എത്രയൊക്കെ ഫാസ്റ്റ് ആയി കഴിഞ്ഞാലും തൃപ്തി വരുന്നില്ല കേട്ടോ. അപ്പോൾ ഫാസ്റ്റീഡിയസ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അടുത്ത വൺ ഹൂസ് ഫോണ്ട് ഓഫ് ഫൈറ്റിംഗ്. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പറയുന്നത് ബെല്ലിക്കോസ് എന്നാണ്. അപ്പം ബെല്ലിയിലാണ്, വയറ്റിലാണ് ഇടിക്കണേ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. ബെല്ലിക്കോസ്. ദാറ്റ് വിച്ച് കനോട്ട് ബി റെഡ്. അതിനെ പറയുന്നത് ഇല്ലെജിബിൾ എന്നാണ്. എന്താണ് പറയുക? ഇല്ലെജിബിൾ. അതായത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഇൻ എ സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ ഓർ ആങ്സൈറ്റി ഓർ സസ്പെൻസ്. അതിനെ പറയുന്നത് ഓൺ ടെൻഡർ ഹുക്ക്. നമ്മളൊരു ഹുക്കിനകത്തൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അടുത്തത് ടു സ്ലാബ് വിത്ത് എ ഫ്ലാറ്റ് ഒബ്ജക്റ്റ്. ആഞ്ഞ് വീശി അടിക്കുക എന്നൊക്കെ പറയും അല്ലേ. അതിനെന്താ പറയുക? സ്വാറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ക്യാറ്റിനെയോ റാറ്റിനെയോ അതിനെയൊക്കെയാണ് നമ്മൾ ആഞ്ഞടിക്കണേ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അടുത്തത് ടു ബി എ പേഴ്സൺ ഹൂസ് പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ തിങ് ഓർ ക്വാളിറ്റി എന്ന് പറയുന്നത് പേഴ്സോണിഫൈ. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ളതായിട്ട് നമുക്ക് പറയാം. അതിനൊക്കെയാണ് നമ്മൾ പേഴ്സോണിഫൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉത്തമ ഉദാഹരണം എന്നൊക്കെ പറയും അല്ലേ. അടുത്തത് നെയിം അഡോപ്റ്റഡ് ബൈ ആൻ ഓതർ ഇൻ ഹിസ് റൈറ്റിംഗ്. അതിനെ പറയുന്നത് സ്യൂഡോണിമാണ്, തൂലികാനാമം.
എ പ്ലേസ് ദാറ്റ് പ്രൊവൈഡ്സ് റെഫ്യൂജ്, എന്താ പറയുക, അസൈലം എന്ന് പറയും അല്ലേ. അപ്പോൾ റെഫ്യൂജ് എന്നൊക്കെ പറയുമ്പോൾ അഭയമാണ്, അഭയം, അസൈലം എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത് പാർട്സ് ഓഫ് എ കൺട്രി ബിഹൈൻഡ് ദി കോസ്റ്റ് ഓർ എ റിവേഴ്സ് ബാങ്ക്സ്, അതിനെ പറയുന്നത് ഹിൻഡർലാൻഡ് ആണ്. അപ്പോൾ ഉൾനാടാണ്, ഹിൻഡർ ചെയ്യും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക, ഹിൻഡർലാൻഡ്. ഇസ്തുമസ് എന്ന് പറഞ്ഞാൽ എ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് വിത്ത് സീ ഓൺ ഐദർ സൈഡ് ഫോമിങ് എ ലിങ്ക് ബിറ്റ്വീൻ ടു ലാർജർ ഏരിയാസ് ഓഫ് ലാൻഡ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് നമ്മൾ ഒരു ഏരിയ ഓഫ് ലാൻഡിൽ നിന്ന് വേറെ ഏരിയയിലേക്കൊക്കെ പോകും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അടുത്ത് ആർക്കി പെലാഗോ, എന്താ, ആൻ എക്സ്റ്റെൻസീവ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. അപ്പോൾ ഒരു ഐലൻഡിൽ നിന്ന് വേറെ ഐലൻഡിലേക്ക് പോകുമ്പോൾ നമ്മളൊരു പലകയൊക്കെ വെച്ചിട്ടാണ് പോകണമെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. സ്വാമ്പ്, സ്വാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ചതുപ്പ് നിലയം എന്നൊക്കെ പറയും അല്ലേ. ആൻ ഏരിയ ഓഫ് ലോ ലൈയിങ് അൺകൾട്ടിവേറ്റഡ് ഗ്രൗണ്ട് വേർ വാട്ടർ കളക്ട്സ്, വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു ഏരിയനെയാണ് നമ്മൾ പറയുന്നത് സ്വാമ്പ്. അപ്പോൾ പാമ്പൊക്കെ അവിടെ ഉണ്ടാവുന്ന രീതിയിൽ കണക്ട് ചെയ്യാം. ആൻ എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്, ആൻ എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ് എന്താ പറയുക, സൈനോഫോബിയ. എന്താണ് സൈനോഫോബിയ? ഫോബിയ എന്ന് പറയാൻ നമുക്കറിയാം ഫിയർ ആണ് അല്ലെ, ഫോബിയ ഫിയർ ആണ്. സൈനോഫോബിയ എന്ന് പറഞ്ഞാൽ ആൻ എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്. അപ്പോൾ ഡോഗിനെ കുറിച്ചുള്ള പേടിയാണ് അല്ലേ. ഈ ഡോഗൊക്കെ കടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു സൈൻ ഉണ്ടാവും എന്ന് ആലോചിക്കുക കേട്ടോ. നമ്മുടെ മേത്ത് എന്തെങ്കിലും ഒരു പാടൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ സൈൻ ഉണ്ടാവും എന്ന് ആലോചിക്കുക. അപ്പോൾ സൈനോഫോബിയ എന്ന് പറഞ്ഞാൽ ആൻ എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, സൈനോഫിലിസ്റ്റ്. സൈനോഫിലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൈനോഫിലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോഗ് ലവർ എന്നുള്ള മീനിങ്. പട്ടീനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് നമ്മൾ സൈനോഫിലിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഫിലിസ്റ്റ് എന്ന് പറഞ്ഞാൽ PHILIST ആണ് കേട്ടോ, ഫിലിസ്റ്റ്. നമ്മൾ പറയില്ലേ ഇലക്ട്രോഫൈൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ ഫൈൽ എന്ന് പറഞ്ഞാൽ ലവിങ് എന്നുള്ള മീനിങ് ആട്ടോ. അപ്പോൾ അതേപോലെ സൈനോഫിലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോഗിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിനെയാണ് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ നോക്കുക, സൈനോഫോബിയ ആണോ സൈനോഫിലിസ്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ആൻസർ ചെയ്യണേ. അടുത്ത ചോദ്യം, ഗ്യാസ്ട്രോണോം. ഗ്യാസ്ട്രോണോം എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ലവ്സ് ഫുഡ് ആൻഡ് ഫൈൻഡ്സ് പ്ലഷർ ഇൻ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. അതായത് ഭക്ഷണം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഗ്യാസ്ട്രോണോം എന്ന് പറയുന്നത്. എന്താണ് ഗ്യാസ്ട്രോണോം? ഭക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസുമായിട്ട് കണക്ട് ചെയ്യാലോ അല്ലെ. ഭക്ഷണമൊക്കെ നമ്മൾ പാചകം ചെയ്യുന്നത് ഗ്യാസിലാണ്. അപ്പോൾ ഗ്യാസ്ട്രോണോം എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ലവ്സ് ഫുഡ് ആൻഡ് ഫൈൻഡ്സ് പ്ലഷർ ഇൻ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, ഒണേറോഫൈൽ. ഒണേറോഫൈൽ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ലവ്സ് ഡ്രീം. സ്വപ്നങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ് നമ്മൾ ഒണേറോഫൈൽ എന്ന് പറയുന്നത് കേട്ടോ. ഫൈൽ വന്ന് കണ്ടോ, ഫൈൽ എന്ന് പറഞ്ഞാൽ ലവിങ് ആണ് കേട്ടോ. എ പേഴ്സൺ ഹു ലവ്സ് ഡ്രീം ആണ് ഒണേറോഫൈൽ. എങ്ങനെ കണക്ട് ചെയ്യുക? നമ്മൾ ഈ സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ ആ സ്വപ്നത്തെ കുറിച്ചൊക്കെ പറയും അല്ലെ. ഉണർന്നു കഴിയുമ്പോൾ ഒണേറോഫൈൽ. ഓക്കെ, ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക? സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്ന ആലോചിക്കുക കേട്ടോ. എ പേഴ്സൺ ഹു ലവ്സ് ഡ്രീം ആണ്. ഇനി ഒണേറോഫൈലിന് പകരം ഒണേറോഫോബിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ പേഴ്സൺ ഹൂസ് അഫ്രൈഡ് ഓഫ് ഡ്രീംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോബിയ എന്ന് പറയുമ്പോൾ അപ്പം ഫിയർ ആയിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പം തെറ്റിക്കരുത് കേട്ടോ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. അടുത്ത ചോദ്യം, ഗ്ലട്ടൻ ആണ്. ഗ്ലട്ടൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഈറ്റ്സ് ടു മച്ച്. ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഗ്ലട്ടൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ടണ്ണ് കണക്കിന് ഫുഡ് കഴിക്കും. എങ്ങനെ കഴിക്കുക? ആർത്തിയോടെ കഴിക്കും കേട്ടോ. അപ്പോൾ ആർത്തി എന്നുള്ളൊരു എലമെൻറ്റും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഗ്ലട്ടൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഈറ്റ്സ് ടു മച്ച് ആണ് ഗ്ലട്ടൻ. അടുത്തത് സൈനേക്യൂർ. സൈനേക്യൂർ എന്ന് പറഞ്ഞാൽ ആൻ ഓഫീസ് വിത്ത് എ ഹൈ സാലറി ബട്ട് നോ വർക്ക്. അതായത് ഓഫീസിൽ നല്ല സാലറി കിട്ടും പക്ഷെ വർക്കൊന്നുമില്ല. ഇതൊരു കഷ്ടം അല്ലേ. ആൻ ഓഫീസ് വിത്ത് ഹൈ സാലറി ബട്ട് നോ വർക്ക്. ഓക്കെ, അതിന് നമ്മൾ എന്താ പറയുക? സൈനേക്യൂർ എന്ന് പറയും കേട്ടോ. എന്താണ് സൈനേക്യൂർ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അപ്പം നമ്മൾ ആ ഒരു ഓഫീസിനകത്ത് കുറേന്ന് ആലോചിക്കുക, കുറേ സൈൻ ഇട്ട് കൊടുത്താൽ മതി എന്ന് ആലോചിക്കുക കേട്ടോ. സൈനേക്യൂർ, കുറേ സൈൻ ഇട്ട് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല പക്ഷെ നല്ല സാലറിയാണ് കേട്ടോ. സൈനേക്യൂർ. അടുത്തത് ആൻറ്റിപ്പതി, സിംപതി, എപ്പതി, അപ്പതി. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് പഠിക്കണം കേട്ടോ. ആൻറ്റിപ്പതി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് അല്ലെങ്കിൽ ഡീപ്പ് ഡിസ്ലൈക്ക് ആണ്, ഭയങ്കര ഒരു വെറുപ്പ്. അതിനാണ് നമ്മൾ പറയുക ആൻറ്റിപ്പതി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ആൻറ്റിയുടെ പതിനെ ആലോചിക്കുക. ഹിന്ദിയിൽ നമ്മൾ പതി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അല്ലേ. അപ്പോൾ ആൻറ്റിയുടെ ഹസ്ബൻഡ്, അതായത് അങ്കിളിനെ, ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അങ്കിളിനൊന്ന് ആലോചിക്കുക കേട്ടോ, നമുക്ക് വെറുപ്പുള്ള ഒരു അങ്കിള്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ആൻറ്റിപ്പതി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് അല്ലെങ്കിൽ ഡീപ്പ് ഡിസ്ലൈക്ക് ആണ്, ഡീപ്പ് ഡിസ്ലൈക്ക്. ഓക്കെ, അടുത്തത് സിംപതിയാണ്. സിംപതി എന്ന് പറഞ്ഞാൽ എന്താ? സഹതാപം അല്ലേ. അതറിയാലോ, എന്താ? സൈമുൾട്ടേനിയസ്ലി എഫക്റ്റഡ് ബൈ സിമിലർ ഫീലിങ്സ്. നമുക്ക് സഹതാപം തോന്നും. ദേ ഈ ഒരു ഫിഗർ കണ്ടോ, ഞാനൊന്ന് സൂം ചെയ്തേക്കട്ടെ. ഇതിനകത്ത് സിംപതി കണ്ടോ, ഇതാണ് നമുക്ക് സഹതാപം തോന്നുകയാണ് കേട്ടോ. എംപതി എന്ന് പറഞ്ഞാൽ എന്താ? എംപതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയാണ്. സഹാനുഭൂതി നമ്മൾ പറയില്ലേ, മെന്റലി ഐഡന്റിഫൈങ് വൺ സെൽഫ് വിത്ത് അതർ പേഴ്സൺ ഓർ എ തിങ്. അതായത് സഹാനുഭൂതി തോന്നുക കേട്ടോ. കണ്ടോ, എംപതി, ഇയാൾക്ക് സഹാനുഭൂതി തോന്നുകയാണ്. അടുത്തത് എപ്പത്തിയാണ്. എപ്പത്തി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഫീലിംഗ് ഓർ ഇമോഷൻ ആണ്. അതായത് ഇമോഷനൊന്നും ഇല്ലാണ്ട്, വികാരങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ കേട്ടോ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ, എപ്പത്തിയാണ് കേട്ടോ. ഇതാണ് എപ്പത്തിയിൽ വരുന്നത്. അപ്പോൾ സിംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപം, എംപതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, എപ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ.
കിട്ടിയോ അത്രയും? അപ്പോൾ 9 നമ്മൾ പറഞ്ഞേ, ഈ പഠിച്ചിട്ടുള്ള 9 ഞാൻ വേഗം ഒന്ന് പറയാം. എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്, മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ് എന്തായിരുന്നു? ഡോഗ് കടിച്ചു കഴിഞ്ഞാൽ സൈൻ വരും അല്ലേ? അപ്പോൾ സൈനോഫോബിയ. ഗ്യാസ്ട്രോണോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ഗ്യാസ് ആലോചിക്കുക. എന്താ? എ പേഴ്സൺ ഹു ലവ്സ് ഫുഡ് ആൻഡ് ഫൈൻഡ്സ് പ്ലഷർ ഇൻ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് അല്ലേ? ഇനി ഒണേറോഫൈൽ. ഒണേറോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഹു ലവ്സ് ഡ്രീം. നമ്മൾ ഉണർന്നു കഴിയുമ്പോഴാണ് ആ ഡ്രീമിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുക അല്ലേ? ഒണേറോഫൈൽ, എ പേഴ്സൺ ഹു ലവ്സ് ഡ്രീം. ഗ്ലട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? ടണ്ണ് കണക്കിന് ഫുഡ് കഴിക്കുന്ന ആളെന്ന് ആലോചിക്കുക. എ പേഴ്സൺ ഹു ഈറ്റ്സ് ടു മച്ച്. സൈനേക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഓഫീസ് വിത്ത് ഹൈ സാലറി ബട്ട് നോ വർക്ക് കേട്ടോ. ആന്റിപ്പതി. ആന്റിപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്കിളിനെ ആലോചിക്കുക അല്ലേ? ആന്റിയുടെ ഹസ്ബൻഡ്, ആന്റിയുടെ പതി. സ്ട്രോങ് ഡീപ്പ് ഡിസ്ലൈക്ക്. സിംപതി. സിംപതി എന്ന് പറഞ്ഞാൽ സഹതാപമാണ്. എംപതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി. എപ്പത്തി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഫീലിംഗ് ഓർ ഇമോഷൻ. അടുത്ത വാക്ക് നോക്കാം, സോളോഗമി. സോളോഗമി എന്ന് പറഞ്ഞാൽ മാരേജ് വിത്ത് സെൽഫായിട്ട് കല്യാണം കഴിക്കുക. നമ്മൾ സോളോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സെൽഫായിട്ട് കല്യാണം കഴിക്കുക കേട്ടോ. അതാണ് സോളോഗമി. അടുത്ത വാക്ക് ഡിവൗട്ട് ആണ്. ഡിവൗട്ട് എന്ന് പറഞ്ഞാൽ ഹാവിങ് ഓർ ഷോയിങ് ഡീപ്പ് റിലീജിയസ് ഫീലിംഗ് ഓർ കമ്മിറ്റ്മെൻറ്റ്. ഡീപ്പായിട്ടുള്ള റിലീജിയസ് ഫീലിംഗ്, അതായത് ഈശ്വര ചിന്ത, ഒരുപാട് ഭക്തിയുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡിവൗട്ട് കേട്ടോ. അപ്പം നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ദൈവത്തിനെയൊക്കെ പുറത്ത് പോയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര ഭക്തിയുള്ള ആൾക്കാരാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ദൈവം എന്നുള്ള രീതിയിൽ, ദേവ് ഔട്ട്, പുറത്ത് പോയിട്ട് ദൈവത്തിനൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഭയങ്കര ഡീപ്പ് റിലീജിയസ് ഫീലിംഗ് ഉള്ള ആൾക്കാരാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഡിവൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹാവിങ് ഓർ ഷോയിങ് ഡീപ്പ് റിലീജിയസ് ഫീലിംഗ്. ഓക്കെ. അടുത്ത വാക്ക് റാൻസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? റാൻസിഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ഗസ്റ്റിംഗ് ആൻഡ് ആൻ അൺപ്ലസന്റ് സ്മെൽ, ദുർഗന്ധമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് റാൻസിഡ്. നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഡ് ഒക്കെ ആലോചിച്ചാൽ മതി അല്ലേ? റാൻസിഡ്, ആസിഡ്. ഈ ആസിഡിനൊക്കെ ഒരു വൃത്തികെട്ട മണം അല്ലേ? നമ്മുടെ H2S ഒക്കെ ഇല്ലേ, ഈ എന്താണ് റോട്ടൻ എഗ്ഗിൻ്റെ ഒക്കെ സ്മെല്ലുള്ളത്, ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ റാൻസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് ആലോചിക്കുക കേട്ടോ. അടുത്ത വാക്ക് സ്കറി ആണ്. സ്കറി എന്ന് പറഞ്ഞാൽ മൂവ് ഹറിലി വിത്ത് ഷോർട്ട് ക്വിക്ക് സ്റ്റെപ്സ്, പെട്ടെന്ന് നീങ്ങുക അല്ലെങ്കിൽ ഓടിപ്പോവാന്നൊക്കെ ഒരു മീനിങ് ആണ് സ്കറി. നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കറി ആലോചിക്കാം. നല്ല കറി, ഇപ്പോൾ വീട്ടിൽ നല്ല കറി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വേഗം നമ്മുടെ വീട്ടിലേക്ക് വരും അല്ലേ? ഇല്ലാത്ത അത്രയും സ്പീഡിലൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ വീട്ടിലേക്ക് വരിക. അപ്പോൾ സ്കറി എന്ന് പറഞ്ഞാൽ കറി ആലോചിക്കുക കേട്ടോ. മൂവ് ഹറിലി വിത്ത് ഷോർട്ട് ക്വിക്ക് സ്റ്റെപ്സ് ആണ്, പെട്ടെന്ന് എത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അടുത്ത വാക്ക് നോക്കാം, ഓവുലം. ഓവുലം എന്ന് പറഞ്ഞാൽ ടു ഹാവ് എ സ്ട്രോങ് ഇമോഷണൽ ഇഫക്റ്റ് ഓൺ ആണ് കേട്ടോ. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ ഉണ്ടാവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഓവുലം എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിലും നമുക്ക് ഇവിടെ നോക്കാം, ഓവർ എന്നുള്ള രീതിയിലല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ഇഫക്റ്റ് ഉണ്ടെന്നൊക്കെ ആലോചിക്കുക കേട്ടോ. സോ ഓവുലം എന്ന് പറഞ്ഞാൽ ടു ഹാവ് എ സ്ട്രോങ് ഇമോഷണൽ ഇഫക്റ്റ്. അടുത്ത് നോക്കാം, ഫിൽച്ച് ആണ്. ഫിൽച്ച് എന്ന് പറഞ്ഞാൽ ടു സ്റ്റീൽ ആണ്, അതായത് ചെറിയ കളവ് നടത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഫിൽച്ച് കേട്ടോ. ചെറിയ കളവാണ്, അതായത് ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഏതെങ്കിലും വീട്ടിലെ മാങ്ങയോ അതൊക്കെ പൊട്ടിച്ച് അങ്ങനെയൊക്കെ വരുന്ന ഒരു ചെറിയ കളവിനെയാണ് നമ്മൾ പറയുന്നത് ഫിൽച്ച്. ഇതേപോലെ മാങ്ങയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പോക്കറ്റിലൊക്കെ ഇട്ട് വരുന്ന കഴിയുമ്പോൾ എന്ത് പറ്റും? ആ പോക്കറ്റ് അങ്ങനെ ഫില്ലായിട്ടിരിക്കും അല്ലേ? അപ്പം അങ്ങനെ ഫിൽച്ച് കേട്ടോ. ഫിൽച്ച് എന്ന് പറഞ്ഞാൽ ടു സ്റ്റീൽ ആണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചില്ലറ കളവൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റൊക്കെ അങ്ങനെ ഫില്ലായിട്ടിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. ഫിൽച്ച് ഇറ്റ് മീൻസ് ടു സ്റ്റീൽ. അടുത്ത വാക്ക് മാലിംഗറർ ആണ്. മാലിംഗർ എന്ന് പറഞ്ഞാൽ വൺ ഹു പ്രിറ്റൻസ് ഇൽനെസ് ടു എസ്കേപ്പ് ഡ്യൂട്ടി, അതായത് രോഗിയാണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുക. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാലിംഗറർ. എന്താണ് മാലിംഗറർ? അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാലിംഗറർ എന്ന് പറയുമ്പോണ്ടല്ലോ മാനേജർ എന്നൊക്കെ ഒന്ന് ആലോചിക്കണം. മാലിംഗറർ, മാനേജർ കേട്ടോ. അപ്പോൾ ഒരു ഓഫീസിലെ മാനേജറൊക്കെ വരുന്ന സമയത്ത് ചില സ്റ്റാഫൊക്കെ വയ്യാത്ത പോലെയൊക്കെ ഇങ്ങനെ അഭിനയിച്ച് ഇരിക്കണതായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. അതായത് ഡ്യൂട്ടിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അസുഖമുള്ള പോലെ ആയിട്ടൊക്കെ ഒന്ന് നടിക്കുന്നതായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പം മാലിംഗറർ എന്ന് പറഞ്ഞാൽ വൺ ഹു പ്രിറ്റൻസ് ഇൽനെസ് ടു എസ്കേപ്പ് ഡ്യൂട്ടിയാണ് കേട്ടോ. രോഗം നടിക്കുന്ന ഒരാളെയാണ് പറയുന്നത്. അടുത്ത വാക്ക് ഇറ്റിനറൻറ്റ്. ഇറ്റിനറൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ട്രാവൽസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ഈ നാടോടി എന്നൊക്കെ പറയും അല്ലേ? ആ ഒരു മീനിങ് ആണ് ഇറ്റിനറൻറ്റ് കേട്ടോ. എന്താണ് ഇറ്റിനറൻറ്റ്? അപ്പം ഇറ്റിനറൻറ്റ് എന്ന് പറയുമ്പോൾ റാൻറ്റ് ആണ് ഇവിടെ കൊടുത്തില്ല, പക്ഷെ നമുക്ക് റെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം അല്ലേ? റെൻറ്റിന് വീടെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ മാറുകയാണ് അല്ലേ? അപ്പോൾ അതേപോലെ അപ്പോൾ റെൻറ്റിന് വീടെടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ IT ഫോമിൽ വന്നു എന്ന് ആലോചിച്ചോ കേട്ടോ. IT വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇറ്റിനറൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ട്രാവൽസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, വൺ ഹു ട്രാവൽസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അടുത്ത വാക്ക് നോക്കാം, ഇൻട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഇസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഹിംസെൽഫ്, അതായത് ഇപ്പം നമ്മൾ പറയില്ല അയാൾ ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞാൽ അയാളിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയാണ് നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇൻട്രോവേർട്ട് ആ ആറൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്തായി? ഇൻറ്റു എന്നുള്ള രീതിയിലായി അല്ലേ? ഉള്ളിലേക്ക് വലിഞ്ഞ, അതായത് അധികം ആൾക്കാരോട് സംസാരിക്കാത്ത ഒരാളെയാണ് നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. PSCക്ക് ഇഷ്ടപ്പെട്ട വാക്കാണ് കേട്ടോ, പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താ?
എക്സ്ട്രോവേർട്ട് എന്ന് പറയും അല്ലെ. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഷ്യലായിട്ട് ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളെയൊക്കെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ഈ പഠിപ്പിച്ചാൽ അത്രയും വാക്കുകളൊന്നും കൂടെ വേഗം പറയാം. സോളോഗമി, സോളോ എന്താ മാരേജ് വിത്ത് സെൽഫ് ആണ് അല്ലെ. ഡിവൗട്ട്, അപ്പൊ ദൈവം ഔട്ട് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക. അപ്പൊ ഡീപ്പ് റിലീജിയസ് ഫീലിംഗ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. പിന്നെ എന്താ റാൻസിഡ് ആണ്, അപ്പൊ നമ്മുടെ ആസിഡ് ആലോചിക്കുക അല്ലെ. ഡിസ്ഗസ്റ്റിംഗ് ആൻഡ് അൺപ്ലസന്റ് സ്മെല്ലാണ്. സ്കറി എന്ന് പറയുമ്പോൾ നമ്മുടെ കറി ആലോചിക്കുക, നമ്മൾ വേഗം വീട്ടിലേക്ക് ഓടി വരും അല്ലെ. അപ്പം മൂവ് ഹറിലി വിത്ത് ഷോർട്ട് ക്വിക്ക് സ്റ്റെപ്സ് ആണ്. അടുത്തത് ഓവുലം ആണ്. ഓവുലം എന്ന് പറഞ്ഞാൽ ടു ഹാവ് എ സ്ട്രോങ് ഇമോഷണൽ ഇഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓവർ ആയിട്ട് എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് ഫിൽച്ച് ആണ്. ഫിൽച്ച് എന്ന് പറഞ്ഞാൽ എന്താ ടു സ്റ്റീൽ ആണ് അല്ലെ. ചില്ലറ മോഷണം അതിനൊക്കെയാണ് നമ്മൾ ഫിൽച്ച് എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ ഫില്ലായിട്ടിരിക്കുന്നൊക്കെ ആലോചിക്കുക കേട്ടോ. മാലിംഗറർ, മാനേജർ വന്നു കഴിഞ്ഞാൽ എന്താ പ്രിറ്റൻസ് ഇൽനെസ് ടു എസ്കേപ്പ് ഡ്യൂട്ടി ആണ്, രോഗം നടിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. ഇറ്റിനറന്റ്, റെന്റിന്, അപ്പൊ റെന്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ട്രാവൽസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, നാടോടി എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ഇൻട്രോവേർട്ട്, ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഉൾവലിഞ്ഞ അല്ലെ, വൺ ഹു ഇസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഹിംസെൽഫ് എന്നുള്ളൊരു മീനിങ്. എക്സ്ട്രോവേർട്ട് അതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അടുത്ത വാക്ക് നോക്കാം. ഡാൻഡി ആണ്. ഡാൻഡി എന്ന് പറഞ്ഞാൽ വൺ ഹു പേസ് ടു മച്ച് അറ്റൻഷൻ ടു ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ്, അതായത് ഒരാളുടെ ക്ലോത്ത്സിനും അപ്പിയറൻസിനൊക്കെ ലുക്കിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയാ, ഡാൻഡി എന്ന് പറയാം. എന്താണ് ഡാൻഡി? നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. നമ്മുടെ ഡാഡി ഗിരിജനൊക്കെ ഒന്ന് ആലോചിക്കാം. ഡാൻഡി എന്ന് പറയുമ്പോൾ ഡാഡി ഗിരിജ അല്ലെ, തലയെക്കൂടെ ഇങ്ങനെ ക്ലോത്ത് ഒക്കെ ഇട്ടിട്ട് ആ ഒരു രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കിട്ടിയല്ലോ, തെറ്റിക്കില്ലല്ലോ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, യൂസറർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂസറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹു ലെൻസ് മണി അറ്റ് എക്സോർബിറ്റൻസ് ഇൻട്രസ്റ്റ് ആണ്. നല്ല പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂസറർ എന്ന് പറയുന്നത്. എന്താണ് യൂസറർ? നമ്മൾ ബ്ലേഡ് എന്നൊക്കെ പറയും, അതേപോലെ കേട്ടോ, യൂസറർ കേട്ടോ. അപ്പൊ അവരുടെ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ കാശ് കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് നല്ല പലിശ വാങ്ങുന്നു. അപ്പൊ യൂസിന് വേണ്ടിയിട്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക, യൂസറർ ആണ് കേട്ടോ. അടുത്ത് നോക്കാം, എപ്പിക്യൂറിയൻ ആണ്. എപ്പിക്യൂറിയൻ എന്ന് പറഞ്ഞാൽ വൺ ഹൂസ് ആറ്റിറ്റ്യൂഡ് ഇസ് ടു ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മറി, അതായത് ഭക്ഷണം കഴിക്കുക, കുടിക്കുക, അതുപോലെ തന്നെ സന്തോഷിക്കുക, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് പറയാ, എപ്പിക്യൂറിയൻ എന്ന് പറയാ. എന്താ പറയാ, എപ്പിക്യൂറിയൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സിക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എപ്പോഴും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. എപ്പി എന്ന് പറയുമ്പോൾ എപ്പോഴും, കുറേ എന്നുള്ള രീതിയിൽ നമുക്ക് CURE ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. എപ്പോഴും കുറേ കഴിക്കണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. എപ്പിക്യൂറിയൻ, വൺ ഹൂസ് ആറ്റിറ്റ്യൂഡ് ഇസ് ടു ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മെറി. ഓക്കെ, ഇനി അടുത്ത വാക്ക് സ്റ്റോ അവേ. സ്റ്റോ അവേ എന്ന് പറഞ്ഞാൽ എന്താ, വൺ ഹു ഹൈഡ്സ് അവേ ഓൺ എ ഷിപ്പ് ടു ഒബ്റ്റെയിൻ എ ഫ്രീ പാസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലി കൊടുക്കാണ്ട് ഈ കപ്പലിലൊക്കെ ഇങ്ങനെ ഒളിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് നമ്മൾ പറയുന്നത് സ്റ്റോ അവേ എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റോ അവേ. ഓക്കെ, നമ്മളെങ്ങനെ കണക്ട് ചെയ്യുക? അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കപ്പലിലൊക്കെ കയറും എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പം ഇങ്ങനെ ഷോ എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അതേപോലെ ഈ കൂലി കൊടുക്കാണ്ടൊക്കെ കപ്പലിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ പിടിച്ച് പുറത്താക്കും എന്നുള്ള രീതിയിൽ എവേ കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഷോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കും, കപ്പലിലാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. വൺ ഹു ഹൈഡ്സ് എവേ ഓൺ എ ഷിപ്പ് ഫ്രീ പാസേജ് ആണ് സ്റ്റോ എവേ. ഓക്കെ, അടുത്ത വാക്ക് സിയർ ആണ്. സിയർ എന്ന് പറഞ്ഞാൽ വൺ ഹു ടെൽസ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ എന്ത് നടക്കും എന്ന് പറയുന്ന ഒരാളെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, സിയർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം. സിയർ എന്ന് പറയുമ്പോൾ സി എന്നുള്ള വാക്കുണ്ടല്ലോ അല്ലെ, ഫ്യൂച്ചറിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അയാൾക്ക് അറിയാൻ പറ്റും, അയാൾക്ക് കാണാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ സിയർ എന്ന് പറഞ്ഞാൽ വൺ ഹു ടെൽസ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. നെക്സ്റ്റ് ഫണാംബുലിസ്റ്റ് ആണ്. ഫണാംബുലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു വാക്സ് ഓൺ റോപ്സ്, ഈ കയറിലൊക്കെ നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ, ഫണാംബുലിസ്റ്റ് എന്ന് പറയാ. എന്താണ് ഫണാംബുലിസ്റ്റ്? നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ല പൊക്കത്തിൽ ഈ കയറിലൊക്കെ നടക്കുന്ന ആൾക്കാർ തമാശയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നടക്കാന്ന് ആലോചിക്കുക കേട്ടോ, ഫണ്ണിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആംബുലൻസിലൊക്കെ കൊണ്ടുപോകേണ്ടി വരുന്ന രീതിയിൽ കണക്ട് ചെയ്യാം. ആംബുലിസ്റ്റ് ആണ്. ഫണാംബുലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു വാക്സ് ഓൺ റോപ്സ് ആണ് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് വാക്കാണ് ട്രാൻസ്ഗ്രെസർ. ട്രാൻസ്ഗ്രെസർ എന്ന് പറഞ്ഞാൽ വൺ ഹു വയലേറ്റ്സ് എ റൂൾ ഓർ ലോ, ഒരു ലോ വയലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു റൂള് വയലേറ്റ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയാ, ട്രാൻസ്ഗ്രെസർ എന്ന് പറയാ. എന്താണ് ട്രാൻസ്ഗ്രെസർ? അത് ഓർത്ത് വെക്കുക കേട്ടോ. ട്രാൻസ്ഗ്രെസർ എന്താണ്, വൺ ഹു വയലേറ്റ്സ് എ റൂൾ ഓർ ലോ. ട്രാൻസ്ഗ്രെസർ, വൺ ഹു വയലേറ്റ്സ് എ റൂൾ ഓർ ലോ. ഡാൻഡി എന്ന് പറഞ്ഞാൽ എന്താ, വൺ ഹു പേസ് ടു മച്ച് അറ്റൻഷൻ ടു ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ്. നമ്മുടെ ഡാഡി ഗിരിജൻ ആലോചിക്കുക. യൂസറർ, യൂസ് ചെയ്തതിന് ശേഷം തിരിച്ചവർ ഹൈ ഇൻട്രസ്റ്റ് വാങ്ങും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. വൺ ഹു ലെൻസ് മണി അറ്റ് എക്സോർബിറ്റൻസ് ഇൻട്രസ്റ്റ്. എപ്പിക്യൂറിയൻ, എപ്പോഴും കുറെ കഴിക്കണം, കുടിക്കണം, സന്തോഷിക്കണം എന്നുള്ള രീതിയിൽ ആലോചിക്കുക അല്ലെ. വൺ ഹൂസ് ആറ്റിറ്റ്യൂഡ് ഇസ് ടു ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മറി. സ്റ്റോ എവേ എന്ന് പറഞ്ഞാൽ വൺ ഹു ഹൈഡ്സ് എവേ ഓൺ എ ഷിപ്പ് ടു ഒബ്റ്റെയിൻ എ ഫ്രീ പാസേജ്. കൂലി കൊടുക്കാണ്ട് കപ്പലിൽ ഒളിച്ച് യാത്ര ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ സ്റ്റോ എവേ എന്ന് പറയാം അല്ലെ. സിയർ എന്ന് പറഞ്ഞാൽ വൺ ഹു ടെൽസ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ എന്ത് നടക്കും എന്ന് അറിയാൻ പറ്റുന്ന പറയുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയാ, സിയർ എന്ന് പറയാം.
ഫണാംബുലിസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ, വൺ ഹൂ വാക്സ് ഓൺ റോപ്സ് ആണ്. ട്രാൻസ്ഗ്രസർ എന്താ? വൺ ഹൂ വയലേറ്റ്സ് എ റൂൾ ഓർ ലോ. ട്രാൻസ്ഗ്രസർ എന്താണ്? വൺ ഹൂ വയലേറ്റ്സ് എ റൂൾ ഓർ ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 25 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇന്ന് കവർ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, എല്ലാവരും കമന്റ് ചെയ്യണേ. അപ്പം നിങ്ങളുടെ ചോദ്യം ഇതാണ്, ഡാൻഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാൻഡി കേട്ടോ. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കമന്റ് ചെയ്യുക. നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.